എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. ആ സമയം വന്നു. അപ്പോ ഇയാള് തന്റെ മന്ത്രിമാരെ വിളിച്ച് എന്താ പറഞ്ഞെന്നറിയോ? 3 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. ഒരു ഡോക്ടർമാർക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഇടവകയിലത്തെ ഏറ്റവും വലിയ സുന്ദരിയാണ്. 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഈ സുന്ദരിയുടെ മുഖത്ത് പാടുകൾ വരാൻ തുടങ്ങി. ആകെ വികൃതമാകാൻ തുടങ്ങി സുന്ദരിയുടെ മുഖം. എന്റെ ഭർത്താവിന് ഇഷ്ടമില്ലാണ്ടാവോ? ഭർത്താവ് എന്നെ ഉപേക്ഷിക്കോ? ഭർത്താവിന് ഇപ്പൊ എന്നോട് താല്പര്യമില്ലാണ്ടാവോ? എന്തിനു വേണ്ടി? തന്റെ ഭാര്യയുടെ മനസ്സില് ഒരു വിള്ളലും വേദനയും ഉണ്ടാവാതിരിക്കാൻ. പൊട്ടിക്കരയുന്ന അമ്മമാരെ അപ്പമാരെ എനിക്കറിയാം, ധാരാളം പേര്. ഇപ്പൊ കുട്ടികൾ ഓർത്ത് കരയുന്നവരാണ് ഏറ്റവും അധികം. ഇപ്പൊ ഈ സ്വർണ്ണക്കൊന്തയിലാണ് ആത്മീയത എന്ന് പറയണേ. വീട്ടില് ആ ആങ്ങളോട് അനിയത്തി പറയണം, അമ്മ എല്ലാ ദിവസവും പള്ളി പോണതല്ലേ ചേട്ടാ? അതെ, അമ്മയ്ക്കൊരു സ്വർണ്ണക്കൊന്ത ഉണ്ടാക്കി കൊടുത്തൂടെ ചേട്ടന്? മരിച്ചാൽ അമ്മയുടെ സ്വർണം പെണ്ണുങ്ങൾക്കണം, ആണുങ്ങൾ കിട്ടില്ല. മാതാവ് വല്ലപ്പോഴും വിചാരിച്ചുണ്ടാവോ എന്റെ കൊന്ത നിങ്ങൾ സ്വർണ്ണാക്കിയോ? മാതാവേ, കഴുത്തില് സ്വർണത്തിന്റെ തരി പോലും ഉണ്ടായിരുന്നില്ല കേട്ടാ. പൊട്ടി കൊന്തൊന്നും കളയണ്ട കേട്ടോ. പൊട്ടി കൊന്തൊക്കെ ഒരു പെട്ടിയിലിട്ട് വെക്കുക. ഈ ഇടവിൽ ആരെങ്കിലും മരിച്ചാൽ കൊന്തയിലടി ഇതൊരു പൊട്ടി കൊന്ത കൊടുത്തു. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ അലസതകൾ കൂടാതെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല. എന്താ വിളിച്ചാല് വിളിക്കില്ലട്ടാ. നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. നിനക്കിപ്പോ സ്നേഹിതയായിട്ട് നിനക്ക് ഭാര്യയുണ്ട്, നിനക്ക് സ്നേഹിതനായിട്ട് ഭർത്താവുണ്ട്, നിനക്ക് സ്നേഹം തരാൻ മക്കളുണ്ട്. പക്ഷെ അവരെല്ലാം ഒരു കാലത്ത് നിന്നോട് യാത്ര ഒരിക്കലും അവസാനിക്കാത്ത യാത്ര പറഞ്ഞു പോവിടോ. പോകാത്തവൻ. കുരിശിനെ നീ വണങ്ങുമ്പോ ഓർക്കണം, ആ കുരിശിൽ ഒരാള് നിനക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ ശക്തി. എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ക്രിസ്ത്യാനി. കൊടുക്കണം. നിങ്ങൾക്കറിയോ, 33 വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ച് ചക്രവർത്തി പദം അലങ്കരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇന്ത്യയിലടക്കം അയാൾ വന്നിട്ടുണ്ട്. അയാളുടെ പേരാണ് അലക്സാണ്ടർ ചക്രവർത്തി. 33 വർഷമേ ഈ ലോകത്ത് ജീവിച്ചുള്ളൂ. ക്രിസ്തു ജീവിച്ചത്ര വർഷമേ അയാൾ ജീവിച്ചുള്ളൂ. അയാൾ ചക്രവർത്തിയായി. രാജ്യങ്ങൾ പിടിച്ചെടുത്ത് അവസാനം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ പിടിച്ചെടുക്കാൻ അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം 33 വയസ്സിലെ ലോകത്തിലെ മഹാചക്രവർത്തിയായി. എന്താണ്ടോ കാര്യം. അവസാനം എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. ഇതേതോ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ വരും പ്രിയമുള്ളവരെ. നമ്മുടെ ആരോഗ്യം പോകുമ്പോ, അധികാരം പോകുമ്പോ, കഴിവുകളൊക്കെ പോകുമ്പോ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. വരും. ആ സമയം വന്നു. അപ്പോ ഇയാള് തന്റെ മന്ത്രിമാരെ വിളിച്ച് എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളത് കേൾക്ക. ഈ കുർബാന കഴിഞ്ഞപ്പോ ഓർക്കണം. പറഞ്ഞു, ഞാൻ മരിക്കുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. 3 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. നമ്പർ 1, ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി ഡോക്ടർമാര് വേണം മഞ്ചം ചുമക്കാൻ. ഡോക്ടർമാരെ കൊണ്ട് ചുമപ്പിക്കണമെന്ന്. ഓക്കെ. രണ്ടാമത്തത്, എൻ്റെ മഞ്ചം കൊണ്ടുപോകുമ്പോ ഞാൻ വാരിപ്പിടിച്ചു കൂട്ടിയ സ്വർണങ്ങളും രത്നങ്ങളും പവിഴങ്ങളും അതൊക്കെ മഞ്ചയുടെ ചുറ്റും വാരി വെതറി ഇട്ടിട്ട് പോകണം. 3, ഞാൻ മരിച്ച് മഞ്ചയിൽ നിങ്ങൾ കെടുത്തുമ്പോ ആ മഞ്ചയുടെ പുറത്തേക്ക് 2 കൈ ഇങ്ങനെ തുറന്നു വെക്കണം. എന്നിട്ട് വേണം കൊണ്ടുപോകാൻ. ഇയാളോട് ചോദിച്ചത് എന്തിനത്? ഞാൻ ചക്രവർത്തിയാണ്. ചക്രവർത്തിയായ എന്നെ രക്ഷിക്കാൻ ഈ ലോകത്തിലെ ഒരു ഡോക്ടർമാർക്കും കഴിയില്ല എന്ന് ഡോക്ടർമാർ എന്റെ ബോഡി ചുമക്കട്ടെ. നമ്മൾക്കൊരു വിചാരമുണ്ട്, ഞാൻ ഡോക്ടറാണ്, എനിക്ക് മോൻ ഡോക്ടറാണ്, എൻ്റെ മോള് ഡോക്ടറാണ്. പിന്നെ ചക്രവർത്തിക്കാർ കേട്ടുപോക്കോ ത്രേസ്യാമേ, ഡോക്ടർമാരെന്നെ ചുമക്കണം. നീ നിന്റെ മകൻ ഡോക്ടറാണെങ്കിലേ നീ മരിച്ചാൽ നിന്റെ മഞ്ച ചോക്കുന്ന നിന്റെ മകനായ ഡോക്ടർ. ഒരു ഡോക്ടർമാർക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഈ കുരിശിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. സഹോദരങ്ങളെ, ഡോക്ടർമാർ പറയും കൈയൊഴിയും, ഞങ്ങൾക്കറിയില്ല, ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ എല്ലാ ആശകളും അവിടെ ബലി കഴിക്കേണ്ടി വരും. രണ്ടാമത്തത്, ഞാൻ വാരി വലിച്ചുണ്ടാക്കിയ സ്വത്തും പണവും ഇതൊക്കെ വാരി വലിച്ചെറിയ. കാരണം ഞാൻ വാരിക്കൂട്ടിയതൊക്കെ വലിച്ചെറിയാൻ എനിക്കിപ്പോ തോന്നണു. കണ്ടില്ലേ, കോവിഡ് വന്നപ്പോ ഇറ്റലിയിലെ ഒരു മനുഷ്യൻ നോട്ടുകളിന് വാരി വലിച്ചെറിയ. കണ്ടില്ലേ നിങ്ങള് വാട്സപ്പില്? എന്തേ കോവിഡ് വന്നിട്ട് മരിക്കാറായപ്പോ തന്റെ കയ്യിലിരിക്കുന്ന
നോട്ടുകെട്ടുകളെല്ലാം വാരി വലിച്ച് എറിയുന്നൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടു. അതാണ് ഈ രാജാവ് പറഞ്ഞത്, ചക്രവർത്തി പറഞ്ഞത്. മൂന്നാമത്, കൈ പുറത്തേക്കിടണം. ഞാൻ വെറും കൈയോടെയാണ് വന്നത്, പോകുമ്പോൾ വെറും കൈയോടെ പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ തീർത്ഥകേന്ദ്രത്തിൽ നിങ്ങൾ വെറും കൈയോടെ പോകരുത്. കൈ നിറയുണ്ടാകണം. ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ, സഹനത്തിന്റെ മുത്തുകൾ ജീവിതത്തിൽ സൂക്ഷിച്ചു പിടിക്കണം. ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾ പറയട്ടെ. ഒരിക്കലൊരു മനുഷ്യൻ സുന്ദരിയായ പെണ്ണിനെ കെട്ടാൻ കരുതി ഓടി നടന്നൊരു സുന്ദരിയെ കണ്ടു. സുന്ദരിയെ കെട്ടി. സന്തോഷായി. സുന്ദരിയാണല്ലോ, മഹാസുന്ദരിയാണ്, ഇടവകയിലത്തെ ഏറ്റവും വലിയ സുന്ദരിയാണ്. 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഈ സുന്ദരിയുടെ മുഖത്ത് പാടുകൾ വരാൻ തുടങ്ങി. പാടുകൾ എത്ര മരുന്ന് തേച്ചിട്ട് ഈ പാടൊന്നും പോണില്ല. ആകെ വികൃതമാകാൻ തുടങ്ങി സുന്ദരിയുടെ മുഖം. ഏതാളുടെ മുഖം അങ്ങനെയാവും? നമ്മുടെ വിചാരം 18 വയസ്സിൽ നിന്ന് 16, 15, 14, അങ്ങനെയല്ല, 18, 28, 38, 48, 58, 68, 78, 88 ഇങ്ങനെയാവണ എല്ലാ മനുഷ്യരും. അതറിയില്ലല്ലോ. നമ്മുടെ വിചാരം എങ്ങനെയാവണേ. കുറെ കഴിഞ്ഞപ്പോൾ ഈ പാണ്ടും വികൃതമായപ്പോ അവളുടെ ഉള്ളിൽ മനസ്സിൽ പ്രയാസമായി. എൻ്റെ ഭർത്താവിനെ ഇഷ്ടമില്ലാണ്ടാവോ, ഭർത്താവ് എന്നെ ഉപേക്ഷിക്കോ, ഭർത്താവിന് ഇപ്പം എന്നോട് താല്പര്യമില്ലാണ്ടാവോ. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇയാൾ പുറത്തു പോയി വന്നു. ഇയാൾക്കൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റിൽ ഇയാളുടെ കണ്ണിന്റെ ഞരമ്പുകൾ കേടുവന്ന് 2 കണ്ണിന്റെയും കാഴ്ച പോയി. കാലങ്ങളോളം. അപ്പോൾ ആ സ്ത്രീക്ക് പെട്ടെന്ന്, കാരണം ഇനി ഭർത്താവിൻ്റെ മുഖം കാണുന്നില്ലല്ലോ, സന്തോഷമായി 2 കൂട്ടർ സന്തോഷത്തോടെ കുറേ കാലം ജീവിച്ചു. അവസാനം ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഒറ്റപ്പെട്ടു. ഇയാൾക്ക് കണ്ണും കാണില്ലല്ലോ. അപ്പോൾ ഇയാൾ ആ നാട്ടിലെ ആൾക്കാരെ വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുക, ഞാൻ എൻ്റെ ഇവിടെ അവളുടെ കൂടിയായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നിനക്ക് കണ്ണും കാണുന്നില്ല, പിന്നെ താൻ ഒറ്റയ്ക്ക് അവിടെ പോയി ജീവിക്കാതെ താൻ എന്തിനും ഇവിടുന്ന് വിട്ടുപോകണം, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അയാൾ നാട്ടുകാരോട് പറഞ്ഞു, എൻ്റെ കണ്ണിന് ഒരു കാഴ്ചക്കുറവുമില്ല, എനിക്ക് അപകടം സംഭവിച്ചിട്ടില്ല, എനിക്കെല്ലാം കാണാമായിരുന്നു. എൻ്റെ ഭാര്യ, അവളുടെയും ശരീരത്തിലെ നിറം മാറ്റം ഞാൻ കാണുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അവളുടെ മനസ്സ് വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞതാ, എനിക്ക് 2 കണ്ണും കാണാം. ആ സ്ത്രീ മരിച്ചുപോയി. ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാണ് യഥാർത്ഥ സ്നേഹം. പ്രിയമുള്ള മാതാപിതാക്കളെ, സ്നേഹം സഹനമാണ്. ആ മനുഷ്യൻ അത് ഉൾക്കൊള്ളുകയാണ്. ഞാൻ അന്ധനാണ് എന്ന് അഭിനയിക്കുകയാണ്. എന്തിനു വേണ്ടി? തൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഒരു വിള്ളലും വേദനയും ഉണ്ടാവാതിരിക്കാൻ. ക്രിസ്തു കിടക്കുകയാണ് കുരിശിൽ. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, നിർബന്ധം മൂലം പലതും നമ്മൾ സഹിക്കുന്നുണ്ട്, അതിന് വിലയുണ്ടാവില്ല. ശമയോന്റെ കഥ അറിയാലോ നിങ്ങൾക്ക്. ഈ കുരിശിന്റെ വഴിയിലെ കുരിശ് ചുമക്കാൻ കർത്താവിന് വയ്യാണ്ടായപ്പോ ശമയോൻ, ചുമക്കട, അല്ല അതിപ്പോ ഞാനിപ്പോ ചുമക്കട, അങ്ങട് ചുമന്നു. പക്ഷെ അത് ഇഷ്ടമില്ലാതെ ചുമന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും പലപ്പോഴും നമുക്ക് ദുരിതമായി തോന്നുന്ന കാരണം എന്താണെന്നറിയോ? ഇഷ്ടമില്ലാണ്ടാണ് നമ്മളെ ചുമക്കണത്. ഭയങ്കര ഭാരം ഉണ്ടാവും നമുക്ക്. ഒരിക്കല് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അനുജനെ ചുമലിൽ ചുമന്നുകൊണ്ട് പോവുകയാണ്. ഇപ്പൊ കണ്ടിട്ടില്ല നമ്മൾ മൃതദേഹം കൊണ്ടുപോകുന്ന ആൾക്കാരെ ഫോട്ടോ കണ്ട്. അങ്ങനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ചോദിച്ചു, എടോ ഭയങ്കര ഭാരല്ലത്, ഇതെങ്ങനെ തനിക്ക് ചുമക്കാൻ പറ്റണേ? അപ്പൊ അയാൾ പറഞ്ഞു, ഇത് ഭാരമല്ല, പിന്നെ ഇതെന്റെ അനുജനാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കാൻ കഴിയപ്പെടാന്നറിയോ? ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോ പറയൂ, ഇത് സഹനമല്ലേ? ഇത് സഹനമല്ല, പിന്നെ ഇതെന്റെ സ്നേഹമാണ്, ഈ മനുഷ്യകുലത്തിനോടുള്ള എന്റെ സ്നേഹമാണ്, ഇത് സഹനമല്ല. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള 100 കഥകൾ പ്രിയമുള്ളവരെ ഈ ലോകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്ത് നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നമ്മുടെ സഹനങ്ങളാണ്. എത്ര വേദനകൾ സഹിക്കുന്ന മനുഷ്യരെ അച്ഛൻ അനുദിനം കാണുന്നുണ്ട്. കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികളൊക്കെ. ഞാൻ പറയും, പൊന്നു ചേട്ടാ, കിഡ്നി രോഗം വരെ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കണം? ജീവിതമുള്ളിടത്തോളം കാലം ആരെയും ദ്രോഹിക്കാതെ, ആരെയും നിന്ദിക്കാതെ, എല്ലാവർക്കും നന്മ ചെയ്യുക. സഹനങ്ങളിലൂടെയും. ഞാൻ UK ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു നേഴ്സിന്റെ കൂടെ ഒരു രോഗിയെ കാണാൻ ചെയ്തു. ഒരു ഇംഗ്ലീഷുകാരിയാണ്. അവിടെ ചെന്നപ്പോൾ ആ ക്യാൻസറാണ്, ബോൺ ക്യാൻസറാണ്, ഭയങ്കര വേദനയാണ്. ഇവൻ ഈ പെയിൻ കില്ലർ എടുത്തിട്ട് സിറിഞ്ചിൽ എടുത്തപ്പോൾ ആ ലേഡി പറഞ്ഞു, ഞാൻ കേട്ടു, നോ ഐ ഡോണ്ട് വാണ്ട് പെയിൻ കില്ലേഴ്സ്, എനിക്ക് വേദന കുറയ്ക്കുന്ന മരുന്ന് വേണ്ട. അപ്പൊ ഇവൻ ചോദിച്ചു, വൈ ഇറ്റ് ഈസ് സോ പെയിൻഫുൾ? നോ, എനിക്ക് വേണ്ട.
എന്താന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ എന്താ പറയുക? ഞാൻ കേട്ടു അത്, ദിസ് ഈസ് മൈ ലാസ്റ്റ് ചാൻസ് ടു സഫർ ഫോർ മൈ ജീസസ്. യേശുവിന് വേണ്ടി സഹിക്കാനുള്ള അവസാനത്തെ അവസരമാണ് എൻ്റെ മരണത്തിന് മുമ്പ്. അതുകൊണ്ട് എനിക്ക് മരുന്ന് വേണ്ട. പ്രിയമുള്ള മാതാപിതാക്കളെ, ഒരു കുരിശിൻ്റെ ചുവട്ടിലെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ വെച്ചിട്ടല്ല നിൽക്കുന്നുണ്ടായിരുന്നേ മാതാവ്. ഇഞ്ചക്ഷനെ ഓർമ്മ കടത്താനുള്ള ഇഞ്ചക്ഷൻ വെച്ചിട്ടല്ല മാതാവ് കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അമ്മമാരെ അപ്പന്മാരോട് ഇരിക്കണില്ലേ? പൊട്ടിക്കരയുന്ന അമ്മമാരെ അപ്പന്മാരെ എനിക്കറിയാം, ധാരാളം പേര്. ഇപ്പൊ കുട്ടികൾ ഓർത്ത് കരയുന്നവരാണ് ഏറ്റവും അധികം. ആ അമ്മ അവിടെ നിൽക്കുന്നത്, തൻ്റെ മകൻ അവിടെ അവഹേളിച്ച് നഗ്നനാക്കിയിട്ടാണ്. നമ്മുടെ കുരിശും ഒരു തുണിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഒന്നും ഉണ്ടായിരുന്നില്ല. നഗ്നനാക്കിയിട്ട് പറന്ന പിടി തൻ്റെ പുത്രന്റെ കുരിശിൽ തൂക്കിയിട്ടിട്ട് തുപ്പുക, അടിക്കുക, കല്ലെടുത്തെറിയ, കുത്തുക. തൊട്ട് താഴെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്, പരിശുദ്ധ മറിയം. അത്ര വേദന ഉണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും? ഒരക്ഷരം. സ്നേഹം സഹനമാണ്. പ്രിയമുള്ള, ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, സ്വർഗം. അതില്ല എന്ന് തോന്നുന്നവരെ ഇതെല്ലാം ദുരിതമാണ്, നരകമാണ്. നമ്മൾ മരിച്ചിട്ട് ഈ ബോഡി മാത്രമേ ഈ കല്ലറയിൽ വെക്കണുള്ളൂ. നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്കാണ് പോകുന്നത് എന്നുള്ള വിശ്വാസം ഉണ്ടാകുമ്പോ ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിച്ച വേദനകൾക്കൊക്കെ ആത്മാവിന്റെ പ്രതിഫലം കിട്ടുമെന്നുള്ള ബോധ്യം. പരിശുദ്ധ മറിയം അവിടെ നിൽക്കുക, ഒരാളോട് പരിഭവം പറഞ്ഞില്ല. തന്റെ ഹൃദയം അനുഭവിക്കുന്ന വേദന നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ കുരിശിന്റെ ചുവട്ട് നിൽക്കുന്ന മാതാവ് അനുഭവിച്ച വേദന നിങ്ങൾ ആലോചിച്ചു നോക്ക്. തുള്ളി വെള്ളം ചോദിച്ചിട്ട് പെറ്റ തള്ളയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും പറ്റാതെ വന്നിട്ടും മാതാവ് നമ്മളോട് വല്ല പരിഭവം ഉണ്ടോ? പ്രിയമുള്ളവരെ, ഫാത്തിമയിലും ലൂർദിലും മജ്ഗോറയിലും പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് ഞാൻ ശരിയാക്കി തരാടാ, നീ എന്നെ മോനൊക്കെ ഒന്നില്ലടാ എന്നാണ് ആ ചോദിക്കണത്. അല്ലല്ലോ, അതാണ് യഥാർത്ഥ സ്നേഹം. മക്കളെ, പ്രാർത്ഥിക്ക്. എൻ്റെ മകൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. എത്ര പേർക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, കുരിശിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രം ജീവിതത്തിൻ്റെ സഹനത്തെ നിധിയായി കണക്കാക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമായി മാറണം. കുറെ പണം ഉണ്ടാവണം, സുഖം ഉണ്ടാവണം, അത്യാഗ്രഹ ആർത്തികൾ കളയെ. ചെറിയവനാകാൻ ആഗ്രഹിക്കുക, ചെറുതാകാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, കുരിശിൽ വളരെയധികം ചെറുതായിട്ടാണ് ക്രിസ്തു കിടക്കുന്നത്. നമ്മൾ വിചാരം ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിൽ കർത്താവ് കർത്താവ് എന്ന് വിളിക്കണതല്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, നീ എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ, എൻ്റെ വാക്കുകൾ ജീവിക്കുവിൻ. ഇന്നിപ്പോ ഈ കുരിശുണ്ടല്ലോ, ഇത് മരത്തിന്റെ കുരിശാണ് കേട്ടാ. നമ്മുടെ കഴുത്തിൽ കിടക്കുന്നത് പലതും സ്വർണത്തിന്റെ കുരിശാ. ഇപ്പൊ ഈ സ്വർണ്ണക്കൊന്തയിലാണ് ആത്മീയത എന്ന് പറയണേ. സ്വർണ്ണക്കൊന്ത ഉണ്ടെങ്കിൽ ആദ്യം സ്വർഗത്തിൽ വിളിക്കുമ്പോ സ്വർണ്ണക്കൊന്തയുള്ളവരെല്ലാവരും ആദ്യം വരിയിൽ നിൽക്കണം. അപ്പൊ ത്രേസ്യാമൊക്കെ നീ അങ്ങോട്ട് പോടി. സ്വർണ്ണക്കൊന്ത വീട്ടില് ആങ്ങളെ ആങ്ങളോട് അനീതി പറയാണ്, അമ്മ എല്ലാ ദിവസവും പള്ളി പോണതല്ലേ ചേട്ടാ? അതെ, അമ്മയ്ക്കൊരു സ്വർണ്ണക്കൊന്ത ഉണ്ടാക്കി കൊടുത്തൂടെ ചേട്ടന്? അമ്മ മരിച്ചാൽ ആ കൊന്ത ആർക്കാ കിട്ടാന്നറിയോ? ആർക്കാ? ചേട്ടനല്ല കേട്ടോ. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് വെച്ചോ. ഒരു ഐഡിയാസൊക്കെ ഒന്ന് പറഞ്ഞു തരാം ഈ പ്രസംഗത്തിൽ. ഈ പറഞ്ഞൊന്നും കേട്ടില്ലെങ്കിലും ഇത് ഓർത്ത് വെക്കാലോ എന്ന് വെച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഒരു സ്വർണ്ണക്കൊന്ത ഉണ്ടാക്കി വെച്ചാൽ മരിച്ചാൽ അമ്മയുടെ സ്വർണം പെണ്ണുങ്ങൾക്കണം, ആണുങ്ങൾക്ക് കിട്ടില്ല. മനസ്സിലായിണ്ട? അപ്പം അമ്മയ്ക്ക് ഇപ്പം സ്വർണ്ണക്കൊന്ത ഉണ്ടാക്കി കൊടുത്താൽ ഗുണം വരാൻ പോണത് നമുക്കാണ്. മനസ്സിലായ? ഏതെല്ലാം തരത്തിലാ പ്രിയമുള്ളവരെ ആത്മീയത വളരണേന്നറിയോ? സ്വർണത്തിൻ്റെ കൊന്ത മാതാവ് വല്ലപ്പോഴും വിചാരിച്ചുണ്ടാവോ ജീവിതത്തിൽ? എൻ്റെ കൊന്ത നിങ്ങൾ സ്വർണ്ണാക്കിയോ? ഇതെന്തിനാണ്? അങ്ങോട്ട് പോരട്ടെ, അങ്ങോട്ട് ആശം ഇങ്ങോട്ട് പോരട്ടെ. എന്നിട്ട് ഈ സ്വർണ്ണക്കൊന്ത നീ മുത്തുമ്പോ അവള് വെറുതെ ചരടിന്റെ കൊന്ത, സ്വർണ്ണക്കൊന്ത. മാതാവേ, കഴുത്തില് സ്വർണത്തിന്റെ തരി പോലും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഒരു തരി പോലും ഇടാത്ത ആളാണ്, സ്വർണം ഇടാത്ത ആളാണ് മാതാവ്. എന്നിട്ട് ആ മാതാവ് തന്ന കൊന്ത സ്വർണ്ണക്കൊന്തയാക്കിയിട്ട് വെച്ച്. എന്നാ ഒരു കാര്യം ചെയ്യടാ അന്തോണിയെ, അമ്മ മരിച്ചു പോകുമ്പോ അതാ കഴുത്തിലിട്ടിട്ട് വിടറ. അങ്ങനെയൊന്നും വേണ്ട. നീ ആ മഞ്ചല് അമ്മയുടെ കഴുത്തിലിടറ. അമ്മയുടെ കഴുത്തിലിടുന്ന കൊന്ത ഏതാണെന്നറിയാം? പൊട്ടി കുരിശിന്റെ പകുതി ഒന്നും ഇല്ലാത്തൊരു കൊന്ത അമ്മയുടെ കഴുത്തിൽ. കുഴിച്ചിടാളല്ലേ? അപ്പൊ അമ്മയുടെ കഴുത്തിലുള്ളതൊക്കെ ഊരിയെടുത്തിട്ട് ഒരു പൊട്ടിയ കൊന്ത. ഒരു ചേച്ചിയോട് പറഞ്ഞത്, ഞാൻ പൊട്ടിയ കൊന്തയൊക്കെ സൂക്ഷിച്ചു വെച്ചോ. എന്തിനാ? വല്ലവരും മരിക്കുമ്പോൾ അവർക്ക് ഓരോന്നോരോന്ന് കൊടുത്തോ, അവളുടെ കഴുത്തിൽ കൊണ്ടിട്ടോ.
നമ്മൾ വിചാരിച്ച് പൊട്ടിയ കൊന്ത എന്താ ചെയ്യാന്ന്? ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച് വെച്ചോളൂ നിങ്ങൾ. പൊട്ടിയ കൊന്തൊന്നും കളയണ്ട കേട്ടോ. പൊട്ടിയ കൊന്തൊക്കെ ഒരു പെട്ടിയിലിട്ട് വെക്കുക. ഈ ഇടവിൽ ആരെങ്കിലും മരിച്ചാൽ കൊന്തയിലടി ഇതൊരു പൊട്ടിയ കൊന്ത കൊടുത്തു. അങ്ങനെ ഒരു സേവനം ചെയ്യാലോ, നല്ല കാര്യമല്ലേ? അപ്പോൾ പൊട്ടിയ കൊന്ത, നല്ല കൊന്തയൊന്നും കൊടുത്തു വിടില്ല കേട്ടാ. നമ്മുടെ വിചാരം നല്ല കൊന്ത കഴിച്ചിട്ട് എവിടേക്കാ മോളെ കുഴിച്ചിടാനല്ലോ ഒക്കെ ഊരിയെടുക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഊരിയെടുക്കാൻ ഒന്നും ഉണ്ടായില്ല കേട്ടാ. അതാണ് ഫ്രാൻസിസ് അസീസി. ഒന്നും ഉണ്ടായില്ല. ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടാവും, ഭർത്താവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടാവും, ഭാര്യയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടാവും, അമ്മയ്ക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റണം പ്രിയമുള്ളവരെ, ഈ കുരിശിന്റെ ഇടവകയിൽ വന്ന് ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി സഹിച്ചിട്ടുണ്ടോ, ക്രിസ്തുവിന് വേണ്ടി സഹിച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ആത്മസന്തോഷ അഭിമാനവും നിങ്ങൾക്കുണ്ടാകണം. സഹോദരങ്ങളെ, ഇന്ന് രോഗങ്ങളും വേദനകളും കൊണ്ട് കഷ്ടപ്പെടുന്നവരാ നമ്മളൊക്കെ. പക്ഷെ അതിനൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഡേവിഡ് സർമലച്ചന് വരും ഒരു നാൾ ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരണമെന്നാണ് ഇന്ന് ആഗ്രഹം. എല്ലാ വെള്ളിയാഴ്ച വരുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന്. കാരണം ഈ ലോകത്തിൽ കുറെ നാൾ ജീവിച്ചിട്ടൊന്നും കിട്ടാനില്ല സഹോദര. ദൈവസന്നിധിയിലേക്കുള്ള യാത്രാമധ്യേ വന്ന് കയറിയിട്ടുള്ള ഒരു സത്രമാണ് ഈ സ്ഥലം. ഇവിടെയല്ല നമ്മുടെ ഭവനം. ക്രിസ്തു എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ എൻ്റെ പിതാവിന്റെ പക്കൽ നിന്ന് വരുന്നു, പിതാവിന്റെ പക്കലേക്ക് പോവുകയാണെന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക നീ, അലസതകൾ കൂടാതെ. ക്രിസ്തുവിന്റെ കുരിശ്. അപ്പൊ ഇന്ന് മുതല് ഇടയ്ക്കിടയ്ക്ക് കുരിശ് വരച്ചോ. റോട്ടിലൂടെ പോകുമ്പോൾ വരയ്ക്കുമ്പോൾ സൂക്ഷിച്ചോളോ. നാട്ടുകാർ പിടിച്ച് വല്ലയിടത്തും കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ നാട്ടിലിങ്ങനെ വരച്ചിട്ട് എന്തണ്ടത് ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത് പിടിച്ച് കൊണ്ടുപോകും. പക്ഷെ കുരിശ് വരയ്ക്കുമ്പോൾ ഓർക്കുക, ഓരോ കുരിശും നിന്റെ നെഞ്ചത്ത് വരയ്ക്കുമ്പോൾ ക്രിസ്തു നിന്നിൽ ആഴപ്പെടുകയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹം ആ കുരിശെടുത്ത് നീ ചുംബിക്കുക. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ കുരിശ് ചുംബിക്കുക. ആ കുരിശിലാണ് നിനക്ക് വേണ്ടി രക്തം ചിന്തിയവൻ. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞാനും എൻ്റെ ജീവിതത്തിൽ രക്തമൊഴുക്കുന്നുണ്ട്, കണ്ണീരൊഴുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നവനാ. ആ കണ്ണീരുകളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ആർക്കും വേണ്ടി എനിക്കറിയില്ല, ഞാൻ ആർക്കും വേണ്ടി ഇനി സഹിക്കില്ല. ഞാൻ സഹിക്കുന്നത് മുഴുവനും ക്രിസ്തുവേ നിനക്ക് വേണ്ടിയാണ്. എൻ്റെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ, എൻ്റെ ജീവിതത്തിലെ വേദനകൾ ആർക്കും വേണ്ടി സഹിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്. ആദിമ ക്രൈസ്തവർ സഹിച്ചത് മുഴുവനും അവരുടെ കുടുംബത്തിലെ മക്കൾക്കും ഭർത്താവിനും ഭാര്യയ്ക്കും വേണ്ടിയല്ല. അവർ പാടുപീഡകൾ സഹിച്ചു, മതമർദ്ദനമേറ്റു, കുരിശിൽ തറക്കപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ സഹിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ക്രിസ്തുവിന് വേണ്ടിയാണ്. സഹോദരങ്ങളെ, മരണമെന്ന് പറയുന്നത് ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ആ വാതിൽ തുറക്കുമ്പോൾ കയ്യിൽ നിറയെ ക്രിസ്തുവിന് വേണ്ടി സഹിച്ചതിൻ്റെ രത്നങ്ങളും പവിഴങ്ങളും ഉണ്ടാകാൻ. ചക്രവർത്തി പോയതുപോലെ ഒഴിഞ്ഞ കൈയായിട്ടല്ല, കയ്യിൽ നിറയെ ക്രിസ്തുവിന് വേണ്ടി ആ കുരിശിൽ കിടന്ന് മരിച്ച ക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനങ്ങളുടെ സമ്പത്ത് കയ്യിൽ പിടിച്ച് നിത്യതയിലേക്ക് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ. പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ ജീവിക്കുക. ക്രിസ്തു 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. ഒന്നും സമ്പാദിച്ചു കൂട്ടിയില്ല. എല്ലാം കൊടുത്തു പോയി. അവസാനം തൻ്റെ പ്രാണനെ പോലും നമുക്ക് തന്നു. ആ കുരിശിൽ കിടക്കുമ്പോൾ ക്രിസ്തു ഒരിക്കലും കരഞ്ഞില്ല. മനസ്സ് പൂർണ്ണ സംതൃപ്തിയോടെ പറഞ്ഞു, എന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ പൂർത്തിയായി. എന്തൊരു സംതൃപ്തി! മാതാപിതാക്കളെ, നിങ്ങളും മരിക്കുമ്പോൾ അതുപോലെ പറയാൻ സാധിക്കണം, എന്നെ ദൈവം ഏൽപ്പിച്ച ജോലികളെല്ലാം പൂർത്തിയായി, ഞാൻ പോവുകയാണ് മക്കളെ. അങ്ങനെ ആനന്ദത്തോടെ സംതൃപ്തിയോടെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളെയും ക്രിസ്തുവിൻ്റെ കുരിശിൽ ചേർത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഒരു കുരിശ് നിങ്ങളുടെ കൈകളിൽ തലയണയുടെ അടിയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൽ ചുംബിച്ചിട്ട് കിടക്കുക. അവസാന രോഗിലേപനത്തിന് വരുമ്പോഴും അച്ഛൻ തരണത്, ചുണ്ടുമൈ അടുപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ കുരിശാണ്. ആ കുരിശാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ആക്രാന്തം പാടില്ല. സ്വത്തിനും പറമ്പിനും വീടിനും സ്വത്തിനും വേണ്ടി അപ്പനമ്മേനെ കൊല്ലുന്നൊരു ലോകത്ത് മക്കളെ, ഇതൊന്നും അല്ലടാ മോനെ. ബൈബിൾ തുറന്നു വെച്ച് എല്ലാ ദിവസവും മക്കളോട് പറയേ, ആ ക്രൂശിതൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. സന്തോഷത്തോടെ സംതൃപ്തിയോടെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.